കുരു പൊട്ടിയൊരിക്കുന്ന ചില മാധ്യമ ജഡ്ജിമാരുണ്ട്. ആ മാധ്യമ ജഡ്ജിമാരുടെ ചില ചോദ്യങ്ങൾ, ചില ഉത്തരങ്ങൾ, അവർ പറയുന്നതിന് തന്നെ ചില ചോദ്യങ്ങൾക്ക് അവർ വിചാരിക്കുന്ന മറുപടി തന്നെ കിട്ടണം. അതുവരെ വിളിച്ചിരുത്തിയ പാനലിസ്റ്റുകളെ ഇങ്ങനെ ചൊറിഞ്ഞ് ഇരിക്കുക. അങ്ങനെ ചില പരുത്തിക്കുരുവാരുണ്ട്. പരുത്തിക്കുരുവാർക്ക് ചില പ്രത്യേകതയുണ്ട്. ഞാനാണ് മാധ്യമ രംഗം കണ്ടുപിടിച്ചത്, ഞാനാണ് മാധ്യമ ലോകത്തെ എല്ലാം, എനിക്ക് മീതെ ആരും ഇല്ല. പ്രത്യേകിച്ച് BJP വിരുദ്ധത, മോദി വിരുദ്ധതയാണ് ഈ പരുത്തിക്കുരുമാരുടെ ലക്ഷണങ്ങളിൽ ഒന്ന് എന്നുള്ളത്. അപ്പോൾ വന്നിരുന്നു കൊണ്ട് ആരെയും എങ്ങനെയും എന്ത് പറഞ്ഞ് വിമർശിക്കാമെന്നാണ് ഇവരൊക്കെ കരുതുന്നത്. ആ വിമർശനമൊന്നും ഇപ്പോൾ ഏൽക്കില്ല എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധിയെ ED അറസ്റ്റ് ചെയ്താൽ ഉടനെ പറയും ജനാധിപത്യത്തിന് മേലുള്ള മോദിയുടെ വെല്ലുവിളിയാണ്, ജനാധിപത്യത്തെ മോദി തകർക്കുകയാണ്, ED ഉപയോഗിച്ചുകൊണ്ട് ED മോദിയുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി പിന്നെ എന്താ പറയുക, മോദിയെ ഏതെങ്കിലും കാര്യത്തിൽ ചോദ്യം ചെയ്യുകയോ ED പിന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ചെയ്താൽ പറയും ജനാധിപത്യത്തിന്റെ വസന്തം വിരിഞ്ഞു, ഇവിടെയാണ് ജനാധിപത്യം, ഇതാണ് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി കൊട്ടി ആഘോഷിക്കും. അതായത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് BJP വിരുദ്ധത, മോദി വിരുദ്ധത, അത് പ്രകടിപ്പിക്കാനായി എന്ത് വായി തോന്നുന്നത് അത് പറഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത്, അതായത് ഷൈം ടോം ചാക്കോവുമായി ബന്ധപ്പെട്ട് ഒരു വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു നടി ഒരു പരാതി നൽകുന്നു. ആ പരാതി പുറത്തു വരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പരാതി നൽകുന്നത്. അതായത് അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് ആ പരാതി തീർക്കുക എന്നുള്ളതാണ്. അത് മാധ്യമത്തിലോ പൊതുസമൂഹത്തിലോ വരരുത് എന്നവർ ആഗ്രഹിച്ചു. പക്ഷേ ചില ആളുകൾ, എന്താ പറയുക, ചില പിന്നെ നിലപാടില്ലാത്തവർ, വാക്കിന് വിലയില്ലാത്ത ചില ആളുകൾ അത് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു. മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ എടുത്തിട്ട് അലക്കി ആഘോഷിച്ചു. അവസാനം വിൻസി അലോഷ്യസ് താൻ ചെയ്തതാണോ തെറ്റ് എന്ന് വരെ അവർക്ക് തോന്നിയ അവസ്ഥ വന്നു. അപ്പോൾ ഇത് ഷൈം ടോം ചാക്കോയുടെ വിഷയം അന്വേഷിക്കാൻ ഒരു 3 അംഗ കമ്മീഷനെ അമ്മ എന്ന സംഘടന ചുമതലപ്പെടുത്തി. അതിൽ അൻസിബ, സരയു, വിനു മോഹൻ, ഈ 3 പേരാണ് അതിൽ ഏർപ്പെടുത്തിയ 3 അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയ 3 അംഗങ്ങൾ. അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട് എന്ന മാധ്യമ ജഡ്ജി, അങ്ങനെ തന്നെ പറയേണ്ടി വരും, എക്സിക്യൂട്ടീവ് എഡിറ്റർ ആണ്, പക്ഷെ അല്ല, മാധ്യമ ജഡ്ജി എന്ന് തന്നെ അവരെ പറയേണ്ടി വരും. മാധ്യമ ജഡ്ജി അൻസിബയെ വിളിക്കുന്നു. അൻസിബ, നിങ്ങൾ AMMA എന്ന് പറയുന്ന താര സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ പരാതി നിങ്ങൾ കേട്ടിരുന്നു, അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വിരട്ടുന്ന ഭാഷ. അതാണ് ഞാനാണെല്ലാം, ഞാൻ ചോദിച്ചാൽ ഞാൻ ജഡ്ജിയാണ്, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ അതിന് മറുപടി പറയണം, ഞാൻ ഏത് തരത്തിലാണോ ചോദ്യം ചോദിക്കുന്നത് അതിന് മറുപടി പറയണം. അപ്പൊ കൃത്യമായ അൻസിബ പറഞ്ഞ മറുപടി പ്രേക്ഷകർ ഒന്ന് കേൾക്കുക. ഒരു വ്യക്തിയല്ല സംസാരിക്കുന്നത്, അമ്മ എന്ന് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നു. മറുപടി കേട്ടല്ലോ. അപ്പോ അൻസിബ കൃത്യമായി പറഞ്ഞു, ഞാൻ AMMA എന്ന് പറയുന്ന സംഘടനയിലെ ആളല്ല, അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ഒരു അംഗമാണ്. നിങ്ങൾ ആ രീതിയിൽ എന്നോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ സംസാരിക്കുക. താര സംഘടനയില്ല, അമ്മ. അപ്പൊ താര സംഘടന എന്ന് പറഞ്ഞല്ലോ, ഇനി തുടരാം. അപ്പോ എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല, എനിക്ക് അമ്മ എന്ന സംഘടനയാണെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ സ്മൃതി പരുത്തിക്കാടിനത് പിടിച്ചില്ല. എന്ന് വെച്ചാൽ തിരിച്ചു പറഞ്ഞു, ഞാൻ മാധ്യമ ജഡ്ജിയാണ്, എനിക്കെതിരെ തിരിച്ചു പറയാനൊക്കെ ആയോ എന്നൊക്കെയുള്ള ധാർഷ്ട്യം, അഹങ്കാരം. ഈ മാധ്യമത്തിലിരിക്കുന്നവരാരും ആരുടെയും തലയ്ക്ക് മുകളിലല്ല, എല്ലാവരും സാധാരണക്കാരാണ്. ഇത് എല്ലാ ജോലിയും പോലെ ഈ നമ്മൾ ഈ പാടത്ത് പണിയെടുക്കാൻ പോകുന്നു, പിന്നെ ഹോട്ടലിൽ ജോലിക്ക് പോകുന്നു, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കളക്ടറേറ്റിൽ ജോലിക്ക് പോകുന്നു, കളക്ടറായി ജോലി ചെയ്യുന്നു, ജനാധിപത്യ രീതിയിൽ മുഖ്യമന്ത്രിയായി ജോലി ചെയ്യുന്നു. ഈ ഒരു ജോലി പോലെ ഒരു ജോലി മാത്രമാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ആരെയും വിധിക്കാനോ ആരെയും ശിക്ഷിക്കാനോ ഒന്നും നമുക്ക് അവകാശമില്ല. അത് ചിലരുടെ തെറ്റിദ്ധാരണകളാണ്. ഞങ്ങളൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ്, കുറെ ആളുകൾ ഞങ്ങളെ ഇങ്ങനെ പൊക്കി നടക്കുന്നത് കൊണ്ട് ഞങ്ങളൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ് എന്ന് ചിലർ വിചാരിച്ചു വെച്ചേക്കാണ്. അത്തരം കഴിവുള്ള ആളുകൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നികേഷ് കുമാർ ഒക്കെ അതിലെ വലിയൊരു ഉദാഹരണമുള്ള ആളാണ്. ഇപ്പൊ നികേഷ് കുമാറിനെ പറയുമ്പോൾ പലർക്കും കുരുപൊട്ടും, എങ്കിലും സാരമില്ല. നികേഷ് കുമാറൊക്കെ ഒരിക്കലും മാധ്യമ ജഡ്ജി ഒന്നും ആവാത്ത മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. അപ്പോൾ അതുപോലെ മികച്ച മാധ്യമ പ്രവർത്തകരുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെ നല്ല ഇപ്പൊ സുജയ പാർവതി, ഇവരൊക്കെ ഒരിക്കലും മാധ്യമ ജഡ്ജിമാരാകുന്നത് കണ്ടിട്ടില്ല. വേണു ബാലകൃഷ്ണൻ, ഉണ്ണി ബാലകൃഷ്ണനൊക്കെ പലപ്പോഴും ഇരുന്ന് സ്വന്തം രാഷ്ട്രീയം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക എന്നതിനപ്പുറം മാധ്യമ ജഡ്ജികളാവുന്നത് കണ്ടിട്ടില്ല. പക്ഷേ സ്മൃതി പരുത്തിക്കാട് അങ്ങനെയല്ല. ഡോക്ടർ അരുൺകുമാർ ഒക്കെ നല്ല മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ആളുകളാണ്.
പക്ഷെ ഇവരൊക്കെ മാധ്യമ എന്താ പറയുക ജഡ്ജിമാരാണ്. സിന്ധു സൂര്യകുമാർ, സ്മൃതി പരുത്തിക്കാട് ഒക്കെ മാധ്യമ ജഡ്ജിമാരാണ്. ഇവരൊക്കെ ആരെയും ഇവർക്ക് വിരുദ്ധരായിട്ടുള്ളവരൊക്കെ ഇവരങ്ങ് തറ പറ്റിച്ച് ഇവർ ഇരിക്കുന്ന മാധ്യമത്തിലൂടെ ഇവരുടെ രാഷ്ട്രീയം പ്രകടിപ്പിച്ച് ഇവരങ്ങ് തറ പറ്റിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അൻസിബയോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അല്ല ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു, ഞാൻ താര സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അൻസിബ പറഞ്ഞു പറ്റില്ല, അമ്മ എന്ന സംഘടന എന്ന് പറയാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ സംസാരിക്കണം, നിങ്ങൾ പറയുന്നത് പോലെ അല്ല, കേൾക്കാനല്ലല്ലോ ഞാനിവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ വേണ്ട, ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. മാന്യമായ മറുപടി. സത്യത്തിൽ ഇങ്ങനെ ആയിരിക്കണം. ചോദ്യങ്ങൾക്ക് മറു ചോദ്യം ചോദിച്ച് പിന്നെ എന്താ ഉത്തരം മുട്ടുമ്പോൾ, ഒരു ഉത്തരവും കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വൈറലാകാനായി എന്തെങ്കിലുമൊക്കെ ചോദിച്ച് പാനലിസ്റ്റുകളെ ഒന്ന് ആക്കിക്കളയാം എന്നൊക്കെ വിചാരിക്കും. കഴിഞ്ഞ ആഴ്ച യുവരാജ് ഗോകുൽ പരുത്തിക്കാടിനെ എടുത്തിട്ട് അലക്കി ഉടുക്കുന്നത് കണ്ടു. എത്ര കിട്ടിയാലും അവർ പഠിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതിന് താഴെ കുറച്ച് കമന്റുകൾ വന്നിട്ട്, ഈ കമന്റുകളൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 1-2 കമന്റ് ഇങ്ങനെയാണ്. സ്മൃതിക്ക് കൊടുത്ത ഹൻസിബയ്ക്ക് 1000 ലൈക്ക് എന്നുള്ളതാണ്. മാധ്യമ ജഡ്ജിക്ക് തലക്കിട്ട് കിട്ടിയ കൊട്ട്. അൻസിബ അങ്ങനെ വേണം, സൂപ്പർ അൻസിബ, അൻസിബ സൂപ്പർ. ഈ പരുത്തിക്കുരുവിന്റെ അഹങ്കാരത്തിന്റെ തലയ്ക്കാണ് അടി കൊടുത്തത്. അൻസിബ ചെയ്തതാണ് കറക്റ്റ്. ബോൾഡായി ഇത്തരം മീഡിയ ജസ്റ്റിസിനെ നേരിടാം. ക്ലാസിക് എക്സാമ്പിൾ ഓഫ് മീഡിയ ഹറാസിംഗ്. സംസാരിക്കാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അവർ മറുപടി പറയുന്നത് പരുത്തിയുടെ ഔദാര്യം പോലെ. എല്ലാവരും പരുത്തിക്കാടിന്റെ വീട്ടുപണിക്കാരല്ല, മൊടയൊക്കെ ജീവനക്കാരുടെ അടുത്ത് മതി. പാവം പരുത്തിക്കുരു. അമ്മ എന്ന് പറയാൻ മടിയുള്ള ജാടയ്ക്ക് കിട്ടിയ അടി. ഇങ്ങനെ വേണം പ്രതികരിക്കാൻ. അൻസിബ കുഡ് റിപ്ലൈ. അവതാരികയുടെ ചോദ്യ രീതി ശരിയായില്ല, എന്തും ഇവരോടാവാം എന്ന അഹങ്കാരത്തിലുള്ള മറുപടി ഇങ്ങനെ വരൂ. അൻസിബ പൊളിച്ചു. കോടതിയൊന്നുമല്ലല്ലോ അൻസിബയ്ക്ക് വാശി വേണമോ വേണ്ടയോ എന്ന് സ്മൃതിയാണോ തീരുമാനിക്കുന്നത്? ഇതാണ് ഫാസിസം. 1000 നന്ദി അൻസിബയ്ക്ക്. ഇത് പലപ്പോഴായി കേൾക്കുന്നു. ഈ ചാനലിൽ സംഘടനയെ കളിയാക്കുന്നത്. ഒരിക്കൽ കൂടി അൻസിബയ്ക്ക് ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന രീതിയിൽ 1000 നന്ദി. എന്തായാലും നിങ്ങൾ ഇത് കൊടുത്തല്ലോ, എന്തെളുപ്പത്തിൽ അമ്മ എന്ന് പറയാം. MA നാണമില്ലേ സ്മൃതി പരുത്തിക്കാട്? അത്ര വാശിയൊന്നും വേണ്ട എന്ന് പറയാൻ പരുത്തിക്കാടൻ ആരാ? വേണ്ട എന്ന് വീട്ടിൽ പോയി പറയുക, അത്രേ ഉള്ളൂ, കോടതിയൊന്നും അല്ലല്ലോ. അൻസിബ നല്ല മറുപടി, അഹങ്കാരിയായ പരുത്തിക്കുരുവിന് അർഹിച്ച മറുപടി. ഇങ്ങനെയൊക്കെയാണ് കമന്റ്. എല്ലാവരും അൻസിബയ്ക്ക് ഹാൻഡ്സ് ഓഫ് പറഞ്ഞുകൊണ്ടാണ്. സത്യത്തിൽ അൻസിബ ജീവിക്കുന്നത് നടിയായിട്ടാണ്. അവരുടെ അന്നം എന്ന് പറയുന്നത് അവർ ആ നായിക അല്ലെങ്കിൽ നടി എന്ന് പറയുന്ന തൊഴിൽ ചെയ്ത് ജീവിച്ചവരാണ്. അത് അവരുടെ സംഘടന അമ്മ എന്ന സംഘടനയാണ്. ആ സംഘടനയിൽ നിന്നുകൊണ്ടാണ് അവർ ഉപജീവന മാർഗം കഴിയുന്നത്. തീർച്ചയായിട്ടും അവരുടെ സംഘടനയെ ബഹുമാനിക്കുക എന്നുള്ളത് ഏതൊരു ജോലിയിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടനയെ ബഹുമാനിക്കുക എന്നുള്ളത് ഓരോ ജീവനക്കാരുടെയും അവകാശം തന്നെയാണ്. അല്ലെങ്കിൽ ഓരോ ജീവനക്കാരും അത് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അൻസിബയും അത് തന്നെയാണ് ആഗ്രഹിച്ചത്. സത്യത്തിൽ അൻസിബയ്ക്ക് 1000 നന്ദി പറയുകയാണ്. കാരണം നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു ജോലിയിൽ നിന്ന് 1 രൂപ വാങ്ങി നമ്മുടെ വീട്ടിലെ അരി പുകഞ്ഞുവെങ്കിൽ ആ സ്ഥാപനത്തോട്, ആ സംഘടനയോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതില്ലാത്തവർ കോട്ടിട്ട് എങ്ങനെ വന്ന് നിന്ന് എന്ത് തോന്നിവാസം പറഞ്ഞാലും അത് കേൾക്കേണ്ട. ആരും ജഡ്ജിമാരല്ല, ആർക്കും ആരെയും വിധിക്കാനുള്ള അധികാരവുമില്ല. അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ്. എന്തായാലും കുരു പൊട്ടി ഒലിക്കുന്നുണ്ട്, നന്നായി സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കി വെളുപ്പിക്കുന്നുണ്ട്.